ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എളുപ്പത്തിലൊരു പാർട്സ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാർട്സിൽ നല്ല വേവുള്ള പീസ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരെ വേവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടിയിൽ ഓയിൽ എടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് സാൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ പിന്നെ നന്നായിട്ട് ഡാർക്കായി വഴറ്റി വരേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഏകദേശം ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഈ മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ 3 തക്കാളി അതേപോലെ തന്നെ 3 പച്ചമുളകും എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ 3 കൂട്ടും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, കുരുമുളക്, ആ 5 ഐറ്റം കൂടിയിട്ട് അരച്ചിട്ടെടുത്തിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മസാല ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ അരപ്പിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഡയറക്റ്റ് ആയിട്ടല്ല ആഡ് ചെയ്യണത്. നമ്മളത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ വറുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കൂട്ട് മാറ്റി വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം. അങ്ങനെ നമുക്ക് നന്നായിട്ട് അത് വറുത്ത് കിട്ടണം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം നമുക്ക്. കാരണം നമ്മുടെ അരപ്പിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പാർട്സ് കറിയിലൊക്കെ ഇങ്ങനെ ഇടുണ്ടാവും കുറച്ചും കൂടി ബെറ്റർ. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ പാർട്സിലെ വേവുള്ള പീസിൽ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി സെറ്റാക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഈ പാർട്സിൽ ലിവർ പീസുകളില്ല, വേവ് കുഴപ്പമില്ലാത്ത സാധാ പോലത്തെ വേവുള്ള പീസ്, അതും നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ഭാഗത്തും മസാല തട്ടുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ഇളക്കി ഒക്കെ സെറ്റാക്കി എടുക്കുക. എല്ലായിടത്തേക്കും സെറ്റാക്കി ഭാഗം എല്ലാതും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെ എല്ലായിടത്തേക്കും മസാല തട്ടുന്ന രീതിയിൽ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ നമ്മൾ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല എല്ലാ ഭാഗത്തേക്കും സെറ്റാക്കി ഉപ്പുണ്ട് അതൊക്കെ സെറ്റാക്കി നോക്കി ഒക്കെ റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചാൽ മതി. കുറേ കഴിഞ്ഞ് തുറന്ന് വയ്ക്കാം. ഉഷാറാണ്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു തവണയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അമ്മതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? നമുക്കിഷ്ടമായിരിക്കണം. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.